നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കറ്റാനം ഇലപ്പുകുളം സ്വദേശി സവാദ് എന്നിവരാണ് പിടിയിലായത്. ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. കേരള വിഷൻ, സൗത്ത് വിഷൻ സ്റ്റാർ അവാർഡുകളുടെ 2ാം ഘട്ട വിതരണം നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് 2ാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. ചവറ MLAയ്ക്കും നാടിനോട് പ്രതിബദ്ധതയില്ലെന്ന് കുറ്റപ്പെടുത്തൽ. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDFന്റെ സമരം. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിൽ മോഷണ ശ്രമം. മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടി. അന്തർജില്ലാ മോഷ്ടാവായ ആലപ്പുഴ സ്വദേശി പിടിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കറ്റാനം ഇലപ്പക്കുളം സ്വദേശി സവാദ് എന്നിവരെയാണ് ശാസ്താംകോട്ട എക്സൈസ് സംഘം പിടികൂടിയത്. കൂടെയുണ്ടായിരുന്ന ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 1.25 കിലോഗ്രാം കഞ്ചാവുമായാണ് 2 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. മാവേലിക്കര കടുവിനൽ സുമേഷ് ഭവനിൽ സുരേഷ്, ശൂർനാട് വടക്ക് നടുവിലെ മുറിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കറ്റാനം ഇലിപ്പുകുളം താഹിറ മൻസിലിൽ സവാദ് എന്നിവരെയാണ് ശാസ്താംകോട്ട റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത്. ശൂർനാട് വടക്ക് തെക്കേമുറി സ്വദേശി മുൻഷീർ ഓടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച സന്ധ്യയോടെ ഗിരിപുരം റോഡിൽ വെച്ചാണ് ഇരുവരും എക്സൈസിന്റെ പിടിയിലായത്. ശൂരനാട് കണ്ണമ്മം ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു രഹസ്യവിവരത്തെ തുടർന്നാണ് നമ്മൾ ആ പരിശോധന കണ്ടക്ട് ചെയ്തത്. ആ പരിശോധനയിൽ മുൻ NDPS കേസിലെ ഇവിടുത്തെ സ്ഥിരം പ്രതിയായ ഉല്ലാസ് പൂങ്കാറ്റ് എന്ന് പറയുന്ന ഉല്ലാസ് എന്നാണ് അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ പൂങ്കാറ്റ് എന്നാണ് വിളിപ്പേര്. അദ്ദേഹം ഒരാൾക്ക് കഞ്ചാവ് കൊടുക്കാനായിട്ട്, കഞ്ചാവ് കൈമാറ്റം ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നടത്തിയ പരിശോധനയിൽ 2 പേരെ, ഏകദേശം സുരേഷ്, സവാദ് എന്നീ 2 പേരെ പ്രതിയാക്കി നമ്മളൊരു കേസെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉല്ലാസ് ആ സംഭവ സ്ഥലത്ത് നിന്ന് നമ്മളെ വെട്ടിച്ച് ഓടിപ്പോയി. അപ്പോൾ അവനെ നമ്മുടെ പാർട്ടി പിന്തുടർന്നെങ്കിലും ഉല്ലാസിനെ പിടികൂടാൻ സാധിച്ചില്ല. പൂങ്കാറ്റ് എന്നാണ് അവനെ അറിയപ്പെടുന്നത്. അവൻ സ്ഥിരം പ്രതിയാണ്. സ്കൂട്ടറിൽ കരുതിയ കഞ്ചാവുമായി ചെറുകിട കച്ചവടക്കാർക്ക് കൈമാറാൻ കാത്തു നിൽക്കവെയാണ് ഇരുവരും പിടിയിലാകുന്നത്. പിന്നീട് ഈ സവാദ്, മറ്റേ സുരേഷ് എന്ന് പറയുന്ന വേറൊരു പ്രതിക്ക് വള്ളികുന്നം ഭാഗത്തൊക്കെ കഞ്ചാവ് കേസിൻ്റെ മുൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ഒരു 6 കിലോ ഉൾപ്പെട്ട കേസിലെ പ്രതിയാണ്. മാവേലിക്കര ഭാഗത്ത് ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. മാവേലിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള NDPS കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ് സുരേഷ് എന്ന് പറയുന്നത്. പിന്നെ സവാദ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന ആളാണ്. ഈ കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഈ സാധനം കഞ്ചാവ് കൈമാറ്റം ചെയ്യുന്നതിലേക്കായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഇവർക്ക് ഈ ഉല്ലാസ് പൂങ്കാറ്റിനും സവാദിനും നൽകുന്നതിനേക്കായിട്ട് സുരേഷ് എന്ന് പറയുന്ന ആൾ വള്ളിക്കുന്നം സ്വദേശിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവരെ 3 പേരെയും ക്ലബ് ചെയ്ത് നമ്മൾ കേസ് എടുത്തിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ചു വന്ന ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ജയകുമാർ, അജയൻ, പ്രിവന്റീവ് ഉദ്യോഗസ്ഥരായ വിജു, അശ്വന്ത്, സിവിൽ ഓഫീസർമാരായ സുജിത്, അതുൽ, നിഷാദ്, വിഷ്ണു, രാകേഷ്, വനിതാ സിവിൽ ഓഫീസർ നീതു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നമുക്കിപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നടത്തിയ പരിശോധന, ഇപ്പോൾ ഈ തൊട്ടടുത്ത സമയത്ത് തന്നെ നമ്മളൊരു MDMA കേസ്, പിന്നെ നൈട്രോസിഫോം ടാബ്ലറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറേ കേസുകൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ തുറക്കുന്നതോടൊക്കെ അനുബന്ധിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ലാക്കാക്കി ആയിരിക്കാം ഒരുപക്ഷെ ഇവർ കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്താനായിട്ടിരിക്കുകയാണ്. തുടർന്നും ഈ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായ നമ്മൾ നിരീക്ഷണം നടത്തുന്നതും മികച്ചതായ കേസുകൾ കണ്ടെടുത്താൻ ശ്രമിക്കുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. അശാസ്ത്രീയമായ ഓട നിർമ്മാണം, ഇതേ തുടർന്ന് റോഡ് വെള്ളക്കെട്ടിലായി. തഴവ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിലെ കറുത്തേരിമുക്ക മൂനാണ്ടയിൽ റോഡാണ് വെള്ളക്കെട്ടിലായത്.
തഴവ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ കറുത്തേരിമുക്ക് മൂനാണ്ടയിൽ റോഡിന്റെ വശങ്ങളിലാണ് അശാസ്ത്രീയമായി ഓട നിർമ്മിച്ചതെന്നാണ് പരാതി. ഇതോടെ നിരവധി വീടുകളും റോഡും വെള്ളക്കെട്ടിലായി. ജില്ലാ പഞ്ചായത്ത് 2019-20 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുമന്ദിരം ജംഗ്ഷൻ മുതൽ തെരുവിലേത്തുകുളം വരെ ഓട നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചിലരുടെ താൽപര്യപ്രകാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ച് ഗുരുമന്ദിരം മുതൽ കറുത്തേരി ജംഗ്ഷൻ വരെ വീണ്ടും 10 ലക്ഷം രൂപ കൂടി അനുവദിപ്പിച്ച് 20 ലക്ഷം രൂപ ആകെ വിനിയോഗിച്ചാണ് ഓട നിർമ്മിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്താണ് ഓട നിർമ്മിച്ചത്. എന്നാൽ വെള്ളം ഓടയിലൂടെ ഒഴുകിപ്പോവുകയില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അശാസ്ത്രീയമായ ഓട നിർമ്മാണത്തെ നാട്ടുകാർ എതിർത്തെങ്കിലും ഭരണ സ്വാധീനം മൂലം ചിലർ തീരുമാനം അട്ടിമറിക്കുകയായിരുന്നെന്ന ആക്ഷേപവുമുണ്ട്. ചില പ്രാദേശിക കക്ഷികളുടെ താല്പര്യം കണക്ക് ആ ഫണ്ട് ഗുരുവന്ദനം മുതൽ താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം ഒഴുകത്തക്ക രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷത്തോടെ ചേർത്ത് 20 ലക്ഷം രൂപയുടെ ഒരു ഓട നിർമ്മാണം വെറും അശാസ്ത്രീയമായ രീതിയിൽ ഗുരുവന്ദനം മുതൽ കർത്തേരി ജംഗ്ഷൻ വരെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പരിണത ഫലമാണെന്ന് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചാരയോഗ്യമാക്കിയിട്ടുള്ള ഈ റോഡ് വെള്ളക്കെട്ടാൽ യാത്ര ദുസ്സഹമായി കിടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തയ്യാറാക്കി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചില വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായ ഓട നിർമ്മാണം നടത്തി പലകുറി പരാതിപ്പെട്ടിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നടത്തിയ ഈ ഓട നിർമ്മാണമാണ് ഇത്രയും ദുസ്സഹമായ രീതിയിൽ ഈ റോഡിൻ്റെ അവസ്ഥയായത്. ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കുമെന്ന് അറിയിക്കുകയാണ്. ശരിക്കും പ്രായോഗികമല്ലാത്ത ഓട നിർമ്മാണത്തിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. കർത്തേരി ജംഗ്ഷനിൽ നിന്ന് ഗുരുമന്ദിരം വരെയുള്ള ഓട നിർമ്മാണം ശരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണത്തിൻ്റെ ഒരു പരിണിത ഫലമാണിത്. ശരിക്കും തീർത്തും പ്രതിഷേധാർഹമാണ്. ശക്തമായിട്ട് ഇതിനൊരു പരിഹാരം അധികാരികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. MLA ഫണ്ട് വിനിയോഗിച്ചാണ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. എന്നാൽ ഓട നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളക്കെട്ടുണ്ടായതിനാൽ റോഡ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാസ്ത്രീയമായ നടപടിയുണ്ടാകണമെന്ന് SNDP ശാഖായോഗം ഭാരവാഹികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ഇന്ന് എനിക്ക് സ്വയമായിട്ട് ഒരു മാർക്കറ്റിൽ പോകാനോ എൻ്റെ സ്ഥാപനത്തിലോട്ടോ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങളുടെ വീട് മൊത്തവും ബാത്റൂം കവിഞ്ഞൊഴുകയാണ്. അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്. അതുപോലെ ഈ പരിസരത്തുള്ള മുതിർന്നവർക്ക് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാവരും രോഗശയ്യ കിടക്കുകയാണ്. പ്രായമായ മനുഷ്യർ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരു വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ആരൊക്കെയാണ് മുൻഗണന അവരത് പാസ്സായി പോകുന്നത്. നിരപരാധിയായ ഞങ്ങളെപ്പോലുള്ള ഈ ആൾക്കാരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഈ പരിസരത്തുള്ള കുട്ടികളെ പ്രായമുള്ള അമ്മമാർ തോളയിലും ഏണത്തും എടുത്തുകൊണ്ടാണ് അടുത്തുള്ള ബസ്സിനകത്ത് കൊണ്ടുവന്ന് കയറ്റുന്നത്. അവർക്ക് ന്യൂസ് ബ്യൂറോ തഴവ. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിൽ മോഷണ ശ്രമം. മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടി. ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയ അന്തർജില്ലാ മോഷ്ടാവിനെയാണ് പത്തനാപുരം പോലീസ് പിടികൂടിയത്. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിലാണ് ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 2-നും 4-നും ഇടയിലുള്ള സമയത്താണ് സ്ഥാപനത്തിന്റെ പിന്നിലെ ഷട്ടർ പൊളിച്ച് മോഷണ ശ്രമം നടത്തിയത്. ഷട്ടർ പൊളിച്ചെങ്കിലും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ മോഷ്ടാവിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. പത്തനാപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ആളെ വ്യക്തമായിരുന്നില്ല. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഫലമായാണ് പത്തനാപുരം നടുക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്ന A1 വാട്ടർ സർവീസ് സ്ഥാപനത്തിലെ ജോലിക്കാരനായ ആലപ്പുഴ തകഴി വിരിപ്പാല അരുൺ നിവാസിൽ 27-കാരനായ അരുണാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കിയത്. തുടർന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു. പതിവ് പോലെ ജോലിക്കെത്തുകയും ആർക്കും സംശയം തോന്നാത്ത വിധം ഇടപഴകുകയും ചെയ്തിരുന്നു ഇയാൾ. SHO ബിജുവിന്റെ നേതൃത്വത്തിൽ SI ശരലാൽ, ഗ്രേഡ് SI ദിലീപ് ഖാൻ, CPOമാരായ ബോബിൻ, രാജീവ്, ഹരിപ്രസാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത്. മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവർ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രദേശവാസികളല്ലാത്തവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നൽകുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്ന് പത്തനാപുരം SI ശരലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.
കേരള വിഷൻ സൗത്ത് വിഷൻ സ്റ്റാർ അവാർഡുകളുടെ രണ്ടാം ഘട്ട വിതരണം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് രണ്ടാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കേരള വിഷൻ ഉപഭോക്താക്കളുടെ മക്കളെയാണ് ആദരിച്ചത്. കൊല്ലം ജില്ലയിലെ കേരള വിഷൻ ഉപഭോക്താക്കളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ പ്രഥമ വിദ്യാഭ്യാസ പുരസ്കാരം സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ വിതരണം ചെയ്തത്. അവാർഡ് വിതരണത്തിന്റെ രണ്ടാം ഘട്ടം PC വിഷ്ണുനാഥ് MLA നിർവഹിച്ചു. വിജയങ്ങളുടെ തുടക്കമായി ഈ അംഗീകാരങ്ങൾ മാറട്ടെ എന്നും ആശംസിക്കുകയാണ്. കേരള വിഷൻ 30 ലക്ഷത്തോളം അംഗങ്ങളുള്ള വരിക്കാരുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഈ രംഗത്ത് വൻ ശക്തിയായി മാറിയിരിക്കുകയാണ്. 5000-ഓളം പ്രാദേശിക കേബിൾ സംരംഭങ്ങളുടെ കൂട്ടായ്മ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വിജയ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഒരുപാട് കോർപ്പറേറ്റ് മത്സരങ്ങളുടെ ഇടയിലാണ് ആ പ്രതിസന്ധികളെയെല്ലാം കാലാകാലങ്ങളിൽ അതിജീവിച്ച് ഈ വലിയ നേട്ടം കൈവരിക്കാൻ കേരള വിഷന് കഴിഞ്ഞത്. പട്ടത്താനം ഭാരതരാജ്ഞി പാരിഷ് ഹാളിലായിരുന്നു പുരസ്കാര വിതരണം. 2 ഘട്ടങ്ങളിലായാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. രാവിലത്തെ സെഷനിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയായിരുന്നു പുരസ്കാര വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ജനങ്ങളെ കേവലം ഉപഭോക്താക്കൾ മാത്രമായി കാണാതെ അവരെ ചേർത്ത് നിർത്തി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് ജനകീയ ബദൽ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കേരള വിഷൻ സൗത്ത് വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സ്റ്റുഡന്റ് സ്റ്റാർ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. സൗത്ത് വോയിസ് ചെയർമാൻ P. ബിനു അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, സൗത്ത് വോയിസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സുരേഷ് ബാബു, കുര്യാക്കോസ് വൈദ്യർ K, താജുഗോപാൽ GS, നൌഷാദ് E, സാജൻ S, അനിൽകുമാർ K, മുരളീകൃഷ്ണൻ M, അജി G, ശ്രീജിത്ത് S. പിള്ള, ലുലു K, ഷിബു P, തിലകരാജ് V, അഫ്സൽ B, രാജീവ് കുഴിയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചവറ MLAക്കും നാടിനോട് പ്രതിബദ്ധതയില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്നും ചവറ MLAക്കും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലെന്നും PC വിഷ്ണുനാഥ് MLA കുറ്റപ്പെടുത്തി. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും UDF ചവറ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. ഈ ഗവൺമെന്റിന്, ആരോഗ്യ വകുപ്പിന്, ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അവരോടൊരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമത്തെ മുൻഗണന കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ആശുപത്രിയുടെ ഈ കെട്ടിട നിർമ്മാണം. അത് പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഓപ്പറേഷൻ തിയേറ്റർ അതിനുള്ളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത് കാരണം ഓപ്പറേഷൻ നടക്കുന്നില്ല. UDF ജനപ്രതിനിധികളാണ് പ്രതിഷേധ സമരം നടത്തിയത്. സമാപന സമ്മേളനത്തിൽ KPCC സെക്രട്ടറി P. ജെർമിയാസ്, ജസ്റ്റിൻ ജോൺ, പുഷ്പരാജൻ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, UDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. CPI നേതാവായിരുന്ന മുൻ MLA BM ഷെരീഫ് അനുസ്മരണം നടത്തി. കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLAയും CPI സംസ്ഥാന കൗൺസിൽ അംഗവും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന BM ഷെരീഫ് അനുസ്മരണമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി കാർഷിക ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാന ബോധം ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതെല്ലാം ഏറെ ബോധ്യമുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ബോധത്തിൽ നിന്നുകൊണ്ട് RSSനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന് പോയേ മതിയാകും. ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, ഈ രാജ്യത്തെ ചേരിതിരിക്കുവാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഈ രാജ്യത്തെ അടിയറവ് വയ്ക്കാൻ ശ്രമിക്കുന്ന BJP RSS ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിൽ ഷെരീഫ് ആശാനെ പോലെയുള്ള നേതാക്കന്മാരുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ കരുത്തു പകരണം. ആ ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് കരുത്തോടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്
CPI കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻ ലാലി അധ്യക്ഷത വഹിച്ചു. ഊച്ചിറ മണ്ഡലം സെക്രട്ടറി S കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഷിഹാബ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ വിജയമ്മ ലാലി, കടത്തൂർ മൻസൂർ, LDF കൺവീനർ R സോമൻപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീട്ടുപറമ്പിൽ കെട്ടിനിന്ന വെള്ളം പറമ്പിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് തർക്കം. ഗൃഹനാഥന് അയൽവാസിയുടെ വെട്ടേറ്റു. അമ്പിപ്പോക മേലേക്കുന്നത്ത് സ്വദേശി സതീശനാണ് അയൽവാസിയുടെ വെട്ടേറ്റത്. അയൽവാസിയായ സുഗുവാണ് സതീശനെ വെട്ടിയത്. അയൽവാസിയുടെ വെട്ടേറ്റ ഗൃഹനാഥനാണ് ഗുരുതരാവസ്ഥയിലായത്. കുണ്ടറ അമ്പിപ്പൊയ്ക മേലേക്കുന്നത്ത് ശരത് ഭവനിൽ 52-കാരനായ സതീശനാണ് അയൽവാസി സുഗുവിന്റെ വെട്ടേറ്റത്. രാവിലെ പെയ്ത മഴയിൽ സതീശന്റെ വീട്ടുപറമ്പിൽ കെട്ടിനിന്ന വെള്ളം സുഗുവിന്റെ പറമ്പിലേക്ക് ഒഴുകിയതാണ് വാക്കേറ്റത്തിന് കാരണമായത്. ഇത് ചോദ്യം ചെയ്തെത്തിയ സുഗു സതീശനുമായി വാക്കുതർക്കമുണ്ടാവുകയും സമീപത്ത് കിടന്ന മൺവെട്ടിയെടുത്ത് സതീശന്റെ തലയിൽ വെട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ മകൾ പറഞ്ഞു. ഇന്ന് രാവിലെ ഒന്ന് തീ പറ്റിക്കാൻ നോക്കിയപ്പോൾ വെള്ളം കിട്ടിയത് അങ്ങനെ ഒരു ചെറിയ കാലില്ല. അന്നേരം സുഗു ഇങ്ങോട്ട് വന്നിട്ട് വെച്ച് എന്തൊരു പണിയോടെ കാണിച്ചു വെച്ചു. അന്നും പറഞ്ഞ് ഇയാൾ കണ്ട ഇതിനകത്തായിട്ട് തീ പറ്റിക്കുന്നു. അത് അവിടെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അന്നും പറഞ്ഞാൽ അടച്ചു തരാമെന്ന് പറഞ്ഞു. അന്നും പറഞ്ഞാൽ അതിപ്പോൾ തന്നെ അടയ്ക്കണം. അന്നും പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഞാനത് അടച്ചു തരാമെന്ന് പറഞ്ഞു. നാട്ടെടുത്ത് തള്ള വന്നു. തള്ളയും മോനും കൂടെ വന്ന് സംസാരിച്ചത്. അങ്ങനെയാണ് തള്ള പിന്നെ അവനെ പിടിച്ച് അങ്ങ് പോയി. അണ്ണൻ ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ അതിൻ്റെ പുറകെ അണ്ണൻ നടന്നു വന്ന് ഇങ്ങനെ കുനിഞ്ഞ് ഇവിടെ നിന്ന് വിറക് എടുത്ത് വെക്കാൻ അങ്ങനെ ആയിരിക്കും കുനിഞ്ഞ് നിന്നപ്പോൾ അവ പേര് വന്നോളൂ ഒറ്റ ചവിട്ട് അന്ന് കമന്നടിച്ചങ്ങ് വീണ് അവിടെ ആ തൂമ്പ അണ്ണന്റെ കയ്യിൽ നിന്നില്ല. തൂമ്പ അവിടെ വിട്ടുന്നില്ല. തൂമ്പ എടുത്തിട്ട് തലക്ക് കിട്ടി. ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പോത്തിന്റെ കയറിൽ കുടുങ്ങിയ ഗൃഹനാഥന് ഇത് 2ാം ജന്മം. റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ട ഇദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ശാസ്താംകോട്ട കാരാളിമുക്കിലായിരുന്നു സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കുണ്ടറ സ്വദേശിയാണ് പോത്തിന്റെ കയറിൽ കുടുങ്ങി റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടത്. പോത്തിനെ വാങ്ങാനെത്തിയതായിരുന്നു ഇയാൾ. കാലിൽ ചുറ്റിയ കയറുമായി പോത്ത് ഓടുകയായിരുന്നു. ഇതോടെ നിലത്ത് വീണയാൾ റോഡിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. മീറ്ററുകളോളം വലിച്ചിഴക്കപ്പെട്ടതോടെയാണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതിനിടെ എതിർദിശയിൽ വന്ന കാറിൽ ഇയാളുടെ തലയിടിക്കുകയും ചെയ്തു. സമീപത്തുണ്ടായിരുന്നവരാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ശരീരമാസകലം ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുന്നത്തൂർ താലൂക്ക് NSS യൂണിയൻ 1.5 കോടി രൂപയുടെ ബജറ്റ് പാസാക്കി. 1,47,96,698 രൂപ വരവും 1,47,95,600 രൂപ ചെലവും 1,098 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് യൂണിയൻ സെക്രട്ടറി M അനിൽകുമാർ അവതരിപ്പിച്ചത്. വരവു ചെലവ് കണക്കും 2025-26 ബജറ്റും സപ്ലിമെന്ററി ബജറ്റും കഡം സ്റ്റേറ്റ്മെന്റും ചർച്ചകൾക്കു ശേഷം പാസാക്കി. ജീവകാരുണ്യ നിധിക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. വനിതാ സംരംഭങ്ങൾക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി വനിതാ മാർട്ട് ആരംഭിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് VRK ബാബു അധ്യക്ഷത വഹിച്ചു. ചില ഭാഗത്ത് നിന്നെങ്കിലും സമുദായ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ നായർ സർവീസ് സൊസൈറ്റിയും അതിൻ്റെ ഘടകകക്ഷികളായ താലൂക്ക് യൂണിയനും കരയോഗങ്ങളും ഒക്കെ കാലാകാലങ്ങളിൽ നമ്മുടെ സമുദായത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവൃത്തികൾ സാധാരണ സമുദായങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനും പ്രവർത്തന ശൈലിയുടെ ഗുണഫലങ്ങൾ നമ്മുടെ സാധാരണ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുവാനും ശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നായർ സർവീസ് സൊസൈറ്റി കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിക്കുന്നത്. ആ ഒരവസ്ഥ മാറ്റണമെങ്കിൽ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സമുന്നത സഭയിൽ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള കരയോഗ പ്രവർത്തകർ നായർ സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഗുണകരമായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. സെക്രട്ടറി M അനിൽകുമാറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. രാജേന്ദ്രൻ പിള്ള, വിനോദ, പ്രസന്നകുമാർ, ഗോപാലകൃഷ്ണപിള്ള, തുളസീധരൻ പിള്ള, പുന്തല മോഹൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവ മുരളി സ്വാഗതം പറഞ്ഞു.
എൻ സോമൻപിള്ള, ഷിജു കെ, യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, MSSS കോർഡിനേറ്റേഴ്സ്, ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. 1 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. വള്ളികുന്നം സ്വദേശി സുരേഷ്, കറ്റാനം ഇലപ്പുകുളം സ്വദേശി സവാദ് എന്നിവരാണ് പിടിയിലായത്. ശാസ്താംകോട്ട എക്സൈസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. കേരള വിഷൻ, സൗത്ത് വിഷൻ, സ്റ്റാർ അവാർഡുകളുടെ 2ാം ഘട്ട വിതരണം നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് 2ാം ഘട്ട അവാർഡുകൾ വിതരണം ചെയ്തത്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് MLA. ചവറ MLAയ്ക്കും നാടിനോട് പ്രതിബദ്ധതയില്ലെന്ന് കുറ്റപ്പെടുത്തൽ. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് UDFന്റെ സമരം. ഓക്സിജന്റെ പത്തനാപുരം ഷോറൂമിൽ മോഷണ ശ്രമം. മണിക്കൂറുകൾക്കുള്ളിൽ മോഷ്ടാവിനെ പിടികൂടി. അന്തർജില്ലാ മോഷ്ടാവായ ആലപ്പുഴ സ്വദേശി പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.